തൃശൂർ പൂരം നടത്തിപ്പിൽ മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൂരം നടത്തിപ്പിൽ എല്ലാ ഘട്ടത്തിലും ബിജു, ഞാൻ ഇന്ന് മാതൃഭൂമി പത്രം നോക്കുമ്പോൾ അതിൽ ഒരു ഫോട്ടോ, അതായത് സുരേഷ് ഗോപി നല്ല വെരി കളർഫുൾ, നിറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പൊക്കെ ഇട്ട് നമ്മുടെ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികളുടെ ആദരിക്കലുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ അറിഞ്ഞത് എന്താ വെച്ചാൽ ഈ മുഖ്യമന്ത്രിനെയും മന്ത്രി രാജനെയും നമ്മുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനെയൊക്കെ വല്ലാണ്ട് പുകഴ്ത്തി, അതായത് പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ഉണ്ടല്ലോ, ഈ അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നി എന്നുള്ള രീതിയിൽ ഉള്ള സ്റ്റൈൽ. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഇത് എന്തിന്റെ സംഭവം ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോ സാധാരണ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാസങ്ങൾക്ക് മുൻപേ മുഖ്യമന്ത്രി യോഗങ്ങൾ വിളിച്ചു. എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത അഭിപ്രായങ്ങൾ പറയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. റവന്യൂ മന്ത്രി കെ രാജനെയും സുരേഷ് ഗോപി പ്രശംസിച്ചു. രാജനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വളരെ പരമപ്രധാനമായിട്ട് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് നന്ദി പറയേണ്ടത് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹം കഴിഞ്ഞ 3 മാസമായി മാസത്തിൽ 2 or 3 തവണ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഞാൻ അടക്കമുള്ള വളരെ പേഴ്സണലായിട്ട് വിളിച്ച് ഈ സംഗമങ്ങളിൽ ഉണ്ടാവണം, എന്തെങ്കിലും വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തണം, ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം 1 or 2 കോൺഫറൻസുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കോൺഫറൻസിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല. പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നിട്ടില്ല. ഒരു പണിയെടുപ്പുകാരനെ പോലെ, ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പ് മുഴുവൻ അതിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയെ ഞാനൊന്ന് എന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മുത്തം കൊടുക്കുകയാണ്. അതിഗംഭീരമായി നടത്തിയതാണ്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും അതിൽ പങ്കാളികളായതാണ്. അത് തന്നെയാണ് അത്തരത്തിൽ ഒരു പൂരം ഗംഭീരമായതിന്റെ ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത് കോർപ്പറേഷന്റെ, അതായത് പൂരം എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ വരുമ്പോൾ എത്രത്തോളം അവിടെ വൃത്തിഹീനമാകും, അല്ലെങ്കിൽ വേസ്റ്റ് എത്രത്തോളം കുഞ്ഞു കൂടുമെന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികളുമായി എല്ലാവരും തന്നെയായി സംവദിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ചടങ്ങായിരുന്നു. അതിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ പൂരത്തിന് പങ്കാളികളായിരുന്ന എല്ലാവരെയും തന്നെ അഭിനന്ദിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്ത് വന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും എല്ലാം പങ്കെടുത്ത് പറയുകയും ചെയ്തു. കൂടാതെ അവർക്കെല്ലാം അവർ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം ഒരു തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയിലുള്ള ഒരു നന്ദി അദ്ദേഹം പറയുകയാണ് ചെയ്തത്. തൃശ്ശൂരിന്റെ MP ആണ്, അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ പറയേണ്ട ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ട്. കേരളത്തില് സാധാരണഗതിയിൽ ഭരണത്തിൽ വരുന്നത് കോൺഗ്രസ് സർക്കാരുകളായിരിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരുകളായിരിക്കും. ഈ 2 സർക്കാരുകളും പൂരത്തിന് എന്താ വേണ്ടതെന്ന് ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. അല്ലാതെ അതിലിപ്പോ ഒരാളെ മാറ്റി നിർത്തി പറയാനില്ല. അങ്ങനെ ഒരു കഥയിൽ കാലങ്ങളായിട്ട് അങ്ങനെ നടന്നു പോകുന്നതാണ്. ഈ ഒരു 2 വർഷം മുന്നെയാണ് അത്. അതെന്താ വെച്ചാൽ അത് സാങ്കേതികമായിട്ട് ടെക്നിക്കലായിട്ട് ചില നിയമങ്ങൾ വന്നു, കൃത്യമായിട്ട് പാലിക്കണം എന്ന് വന്നപ്പോ അതിൻ്റെതായ വെടിക്കെട്ടിന്റെയും ആന വന്യമൃഗ അങ്ങനെ വന്നപ്പോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അതിനെ പെരുപ്പിച്ച് കഴിഞ്ഞ വർഷമല്ലേ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി. അത് വേറെ, അതിന്റെ അജണ്ട വേറെ ആയിരുന്നു. അപ്പൊ അതും നമ്മൾ കാണുന്നത് അതിന്റെ ഇടയിൽ. അതെ, പൂരം പെയ്തിറങ്ങുന്ന ചരിത്രം നിൽക്കുന്ന തെക്കേ ഗോപുര നടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ നടയിൽ നിന്നിട്ട് ചില സത്യങ്ങൾ പറയേണ്ടതുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ വർഷം തന്നെ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ പറയും എന്ന് പറഞ്ഞു. നമ്മളത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. ഒരു ചെറിയ കുത്തിത്തിരിപ്പ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ പറയും. കാരണം അല്ല, ഇതിന്റെയൊക്കെ തുടക്കം നമ്മൾ നോക്കുമ്പോ കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്നുള്ള അത് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്, അത് പറയേണ്ടതുമാണ്. അതെ, ഏഷ്യാനെറ്റ് നമ്മളിപ്പോ കുട്ടികൾ വെടിക്കെട്ട് അപകടം ഉണ്ടാവുമ്പോഴേ നമ്മൾ പറയുന്നത് എല്ലായിടത്തും നന്നായി വെടിക്കെട്ട് നടക്കണമെന്നുള്ളതല്ല. പക്ഷെ ആ വെടിക്കെട്ട് അപകടം ഉണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ പരമ്പര ഏഷ്യാനെറ്റ് ആരംഭിക്കുമ്പോഴാണ്. അതിനുശേഷമാണ് 2017 ഈ ഒരു പ്രശ്നങ്ങളുടെ തുടക്കം കിട്ടിയത്. അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേരള സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയങ്ങൾ എന്നാണ്. സത്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെസോന്റെ നിയമമാണ് ഇതിനെ ബാധിക്കുന്നത് എന്ന് ഇവരാരും പറയാൻ തയ്യാറായില്ല. കഴിഞ്ഞ വർഷം നമ്മൾ വളരെ അതിശയം, നമ്മളിപ്പോ ഈ നിൽക്കുന്ന തൊട്ടപ്പുറത്ത് നിന്ന് പത്തായപുരം വരെ പാറമക്കാവിന്റെ എഴുന്നള്ളിപ്പ് വരികയും അതിനപ്പുറത്ത് കടന്നു പോവുകയും ചെയ്യുമ്പോൾ അത് ചെറിയ പ്രശ്നമല്ലേ. സംഭവം പൂരാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവാം. കഴിഞ്ഞ വർഷം പോലീസിന്റെ നിയന്ത്രണം നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ ആയ കാരണം ഇടപെടൽ സാധിച്ചില്ല. അത് പക്ഷേ വേറെന്തോ രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ അറിയാത്ത. അത് ഞാൻ പറഞ്ഞു, അത് കൃത്യമായിട്ട് അവർ ചെയ്തു. അതിനെ അവിടെ പ്രശ്നം ഉണ്ടാക്കി, ചെറിയൊരു ഇഷ്യൂവിന്റെ മുകളിൽ പ്രശ്നം ഉണ്ടാക്കി പൂരം അവസാനിപ്പിക്കേണ്ട ഒരു രീതിയിൽ വന്നു, നിർത്തി ഒരു ദിവസം. അപ്പൊ അല്ല, അത് പിന്നെ അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കലക്കി വാർത്ത കണ്ടവര് കലക്കി അതിൽ നിന്ന് മുതലെടുത്തു. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, ഇപ്രാവശ്യം
കൃത്യമായിട്ട് പെസോന്റെ നിയമം വന്നു. എന്താ വന്നത്? ഇവിടെ 300 മീറ്റർ എന്ന് പറഞ്ഞാൽ ചെട്ടിയങ്ങാടിയിൽ നിന്നിട്ട് പോരും. കേരള സർക്കാർ എന്താ ചെയ്താൽ വെച്ചാല് ഹൈക്കോടതിയുടെ ആചാരങ്ങൾ നടപ്പാക്കും എന്നുള്ള വിധിയെ അവലംബിച്ച് പെസോന്റെ നിയമത്തിനെ ജീവിക്കാൻ പറ്റി ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ഇവിടെ അതിജീവിക്കാൻ പറ്റും. ഒരു പരിരക്ഷ കൊണ്ടുവന്ന് ഇവിടെ മാഗസീൻ ഒഴിവാക്കി അതിന് ശേഷമാണ് വെടിക്കെട്ട് നടത്തിയത്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി പറഞ്ഞത് സത്യമാണ്. രാജൻ 24 മണിക്കൂർ ഗാലറിയിൽ ഇരിക്കാണ്ട് തന്നെ നടന്ന് എല്ലാത്തിന്റെയും നടുവിൽ കൂടെ നടന്ന് കാര്യങ്ങൾ ശരിയാക്കിയ ആളാണ്. അങ്ങനെ നടക്കേണ്ട കാര്യമല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളത് പറഞ്ഞത് മിനിസ്റ്റർ ഇവിടെ ഉണ്ടാവും. കാരണം പോവില്ല, ഉറങ്ങില്ല. അതേപോലെ തന്നെ നമ്മൾ തന്നെ രാപ്പകലില്ലാണ്ടാണ് രാജനെ ക്യാമറയ്ക്ക് മുമ്പിൽ കണ്ടത്. രാജന് മാത്രല്ല, ഒരു പൊത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു കൂട്ടം സംഘപരിവാർ ശ്രമിച്ചപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ വാസവൻ മിനിസ്റ്റർ വന്നത്, ബിന്ദു മിനിസ്റ്റർ വന്നത്. വേണ്ട, തൃശൂർ ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ പൂർണ്ണം കളക്ടർ 24 മണിക്കൂറൂടെ ബിഗ് സല്യൂട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാക്കുകൾ ചിലപ്പോൾ മാറ്റി പറയാം. ഇത് പരാമർശം കളക്ടറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പയ്യെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം തന്നെയാണോ നമ്മൾ അറിയുമ്പോ പ്രധാനമായിട്ട് പറയേണ്ടത് നമുക്ക് പോലീസിനാണ്. ബിഗ് സല്യൂട്ട് തൃശൂർ പോലീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണമാണ് പൂരം അവസാനിപ്പിച്ചു പോയത്. 4000-ഓളം പോലീസുകാര് അതിനുള്ള സംവിധാനങ്ങൾ മുഴുവൻ നിന്നിട്ട്. ഇത് പറയേണ്ടത് തന്നെയാണല്ലോ, സംശയമില്ല. ഇത് പറയുവാൻ അദ്ദേഹത്തിന് പറ്റിയ ഒരു പ്രാവശ്യം ചിലപ്പോ നാളെ മാറ്റി പറയും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ബിജു പോയിട്ട് മദൻ ഗോപാൽ. നന്ദി, നമസ്കാരം.